ഹൈ പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രിവിലേജും കെയറും സപ്പോർട്ടും ഒക്കെ സാധാരണക്കാർക്ക് പലപ്പോഴും കിട്ടാറില്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് കേരളം വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വിധി വരുന്ന ദിവസമാണ്. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിരുന്നു ഇതിലെ അതിജീവിതയ്ക്ക്. ഇവിടെ ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിക്ക് സൊസൈറ്റിയിൽ ഒരു മുഖമുണ്ട്. അവർ ഒരുപാട് മെന്റൽ ട്രോമയ്ക്ക് ശേഷം ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഒന്ന് ചിരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ വീഡിയോയ്ക്ക് താഴെ അവരുടെ ചിരിനെ മനസ്സിന്റെ ധൈര്യത്തിന്റെ ചിരിയാണ്, അല്ലെങ്കിൽ ഇത് അതിജീവനത്തിന്റെ ചിരിയാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒന്നിരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടിയെ ഇപ്പൊ ആരെങ്കിലും ഉപദ്രവിച്ചു, അതല്ലെങ്കിൽ ഇപ്പം സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ ഓഫീസിൽ വെച്ച്, അല്ലെങ്കിൽ വണ്ടിയിൽ വെച്ച്, അങ്ങനെ എവിടെയെങ്കിലും വെച്ച് ഉപദ്രവിക്കപ്പെട്ട ഒരു കുട്ടിയെക്കുറിച്ച് ആദ്യം തന്നെ കുറച്ച് പേരെന്താ പറയാ, ഇത്ര വരുത്ത ആളുകൾ ഉണ്ടായിട്ട് നിന്നെ മാത്രം ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ നടപ്പിന്റെ ആയിരിക്കാം, നിന്റെ പെരുമാറ്റത്തിന്റെ ആയിരിക്കാം, നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് റെസ്പോൺസ് അവർക്ക് കൊടുത്തത് കൊണ്ടായിരിക്കാം എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇനി അതല്ല, വീട്ടുകാരെ കുറിച്ചും പറയും, വീട്ടുകാർ വളർത്തി വലുതാക്കിയതിൻ്റെയാണ്, അഴിച്ചു വിട്ടിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പോ ഒരു നീതിക്ക് വേണ്ടി ഒരു കേസ് കൊടുക്കാം എന്ന് വിചാരിച്ച് തുടക്കത്തിലൊക്കെ വന്നാലും സമൂഹത്തിന്റെ ഈ കുറ്റപ്പെടുത്തലുകൾ കാരണം പിന്തിരിഞ്ഞു പോകുന്ന ഒരുപാട് അതിജീവിതമാര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ഒരു കേസിന് നമ്മൾ കൊടുത്ത ഈ ഒരു മെന്റൽ സപ്പോർട്ട് പ്രശംസ അർഹിക്കുന്നത്. ഇത് ഒരു ഹൈ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അത്രയും ഫേമസ് ആയതുകൊണ്ട് മാത്രം കൊടുക്കുന്ന ഒന്നായി തീരരുത്. എല്ലാവരും ഇതിനൊക്കെ അർഹരാണ്. ഇപ്പോൾ ഒരു സിംഗിൾ മദറിനെ കാണുമ്പോൾ ഹാലിളകുന്ന, നല്ല രീതിക്ക് വസ്ത്രം ധരിച്ചു പോകുമ്പോൾ അവള് വേറെ എന്തോ കാര്യത്തിന് പോവുകയാണ് എന്ന് അടക്കം പറയുന്ന കുറച്ച് സ്മാർട്ടായ കുട്ടികളെ ഒന്ന് സംശയത്തോടു കൂടി നോക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തിരിച്ചു വരരുത്, അവിടെ നിന്നോളൂ, നാട്ടുകാരെന്ത് പറയും എന്ന് വിലക്കുന്ന പാരൻസും ഉള്ള ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് കേരളം മൊത്തത്തില് ഒരു അതിജീവിതയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആളെയും പണത്തിനെയും അല്ലെങ്കിൽ അവരുടെ പോപ്പുലാരിറ്റിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അവർക്ക് കൊടുക്കുന്ന അതേ പ്രിവിലേജും കെയറും സപ്പോർട്ടും ഒക്കെ സാധാരണ ജനങ്ങൾക്കിടയിലേക്കും നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അവകാശങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെയല്ലേ, എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞാൽ മതി. തുല്യത നമ്മൾ കാണിക്കുകയും കൂടി വേണ്ടേ. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.